ഹലോ, എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ? സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളെ ഒരു റോഡ് ട്രിപ്പ് പോവാണ് കേട്ടോ. ബഹ്റൈനിൽ പോവാണ്. ഖത്തർ, സൗദി, ബഹ്റൈൻ. സൗദിയിൽ നമ്മൾ നിൽക്കുന്നൊന്നുണ്ടാവില്ല, ജസ്റ്റ് ബഹ്റൈനിൽ പോവാണ്. ഞാൻ ഇതിന് മുമ്പ് കഴിഞ്ഞ ഈദിന് ഞാൻ പോയിരുന്നു. അപ്പോൾ അന്ന് വീഡിയോസ് നല്ലപോലെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ജസ്റ്റ് ഇപ്രാവശ്യം പോകുന്നതിന് വ്ളോഗാക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ യാത്ര പുറപ്പെട്ടു കേട്ടോ. ഒരു ഏകദേശം അപ്പോൾ സെമ്ര ബോർഡറേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടാവും അവിടെ? 80 കിലോമീറ്ററോളം ഉണ്ടാവും. അങ്ങനെ അവിടെ എത്തണം. ഞങ്ങൾ കുറച്ച് നേരം വൈകി. ഓഫീസൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം നല്ല ഇപ്പോൾ 5:30 ആയി. ഞങ്ങളൊരു 4 മണിക്കൊക്കെ പുറപ്പെടാൻ നിന്നിരുന്നത്. പക്ഷേ പാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ടൈം അത്യാവശ്യം എടുത്തു. അതാണ് ഉണ്ടായത്. ഇവിടുത്തെ റോഡ് കണ്ടില്ലേ, ഖത്തറത്തെ പാലൊക്കെ കണ്ടില്ലേ, നല്ല രസമല്ലേ, അടിപൊളി പാലം. ഇത് രാത്രി ആകുമ്പോൾ നല്ല ലൈറ്റൊക്കെ കത്തുന്ന ഒരു പാലം കേട്ടോ. വേറെ വീഡിയോയിൽ കാണിച്ചു തരട്ടെ ഈ പാലത്തിൻ്റെ രാത്രിയുള്ള വ്യൂ. സന ചൂടാവല്ലേ, ഞാൻ വ്ലോഗ് ചെയ്യുന്നുണ്ട്, ആൾക്കാർക്ക് പോണ്ടേ, ആൾക്കാർ പോയിക്കോട്ടെ. ഇതിപ്പോ ട്രാഫിക് ആയിട്ട് സന ചൂടാവാണ്. ഞാനിതോട് പിന്നെ ഇന്റെ പ്രേക്ഷകർ ഇത് കാണണം എന്നൊക്കെ. ഇത് നമ്മള് സൽവാർ റോട്ടിലേക്ക് കയറി. ഇതാണ് സൽവാർ റോഡ്. സൽവാർ റോട്ടിലേക്ക് കയറുമ്പോഴുള്ള തിരക്കാണ് കേട്ടോ. ഈവനിങ് ആയതുകൊണ്ടാണ് ഈ തിരക്ക്. കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബോർഡർ വരെ യാതൊരുവിധ സിഗ്നലൊന്നുമില്ല. അടിപൊളിയായിട്ട് പോവാം. ഇത് ഇവിടുത്തെ ബെൻസിന്റെ ഷോറൂമാണ് കേട്ടോ. എനിക്ക് റോഡ് ട്രിപ്പ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമാണോ? എന്താ ശരിക്കും റിപ്പീറ്റായ കാരണം ഇതിന്റെ മുമ്പ് ഞങ്ങളൊരു വീഡിയോ എടുത്തേ. മീൻസ് അത് ഫ്രണ്ട് ക്യാമറയാണ് എന്താ പറയാ റെക്കോർഡായത്. അപ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻ അവനോട് ചോദിച്ചാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവൻ ചിരിക്കണത്. റോഡ് ട്രിപ്പ് ഇഷ്ടം? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ എത്ര മണിക്കൂർ? 5 മണിക്കൂറാണ്. 5 മണിക്കൂർ. അന്ന് ഞങ്ങൾ ഫസ്റ്റ് ടൈം പോണ കാരണേ, ഫസ്റ്റ് ടൈമും പോണത് കാരണം അതുപോലെ തന്നെ ഈദിന്റെ ടൈമിലാണ് പോയത്. അതുകൊണ്ട് തന്നെ ബോർഡറിൽ 2 ബോർഡറിലും, ബഹ്റൈൻ ബോർഡറിലും അതുപോലെ സൗദി ബോർഡറിലും ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഇവിടെ എന്താണ് സൗദി ബോർഡറിൽ എമിഗ്രേഷൻ്റെ കുറച്ച് ടൈം എടുക്കേണ്ടി വന്നു. അങ്ങനെ ഫിംഗർ പ്രിന്റ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ടൈം എടുത്തു. ഇപ്രാവശ്യം അതുണ്ടാവില്ല. ഇപ്രാവശ്യം നമ്മൾ നേരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യം ഉണ്ടാവില്ല. ജസ്റ്റ് നമ്മൾ ഈ നമ്മുടെ ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ, പാസ്പോർട്ട്, വിസ അത്ര കൊടുക്കേണ്ടുള്ളൂ. പിന്നെ സൗദിയിൽ നിന്ന് വിടുമ്പോൾ നമ്മൾ ഒരാഴ്ചക്കുള്ള ഇൻഷുറൻസ് എടുക്കണം. അത് 150 റിയാലാണ് വരുന്നത് കേട്ടോ. സൗദിയിൽ നമ്മൾ കൊടുക്കേണ്ടതാണ്. പിന്നെ ബഹ്റൈനിൽ നമ്മൾ പാലത്തുമ്പോൾ കൂടെ പോണതിന് 25 റിയാല്. പിന്നെ ബഹ്റൈനിൽ നമ്മൾ വിസക്ക് ഒരു 5 BD, അതായത് 50 റിയാല് അങ്ങനെ. പിന്നെ അവിടുത്തെ ഒരു ഇൻഷുറൻസ് ഒരു 43 റിയാല്, 43 45, അത് 3 ദിവസത്തിനാണ് ഉണ്ടാവുക. നമ്മളിപ്പോൾ ശനിയാഴ്ച തിരിച്ചു വരുന്ന കാരണം തന്നെ 3 ദിവസത്തിന് എടുക്കേണ്ട ആവശ്യമുള്ളൂ. നല്ല ആകാശം, ഇങ്ങനെ ആകാശം കിട്ടില്ല കേട്ടോ. വല്ലപ്പോഴും ആണ് ഇതേപോലെ മേഘങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഖത്തറിൽ കിട്ടില്ല. അതാവാം, ചിലപ്പോൾ പറയാൻ പറ്റില്ല. അൻഫസ് ഭയങ്കര എക്സ്പേർട്ടാണ് കേട്ടോ. ഡ്രൈവ് ചെയ്യാൻ എക്സ്പേർട്ട് പറഞ്ഞോട് മടുപ്പ് വരില്ല. ഞാൻ വിചാരിച്ചു എനിക്കാണ് കൂടുതലും മടുപ്പ് വരാതിരിക്കുന്നത്. പക്ഷെ അന്ന് ബഹ്റൈനിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഫുള്ള് ഒറ്റ ഡ്രൈവിൽ ഏകദേശം 400 കിലോമീറ്ററോളം സ്ട്രെയിറ്റ് ഇവരാണ് ഡ്രൈവ് ചെയ്തത്. ഇവിടുന്ന് 4.5 മണിക്കൂറാണ് കേട്ടോ ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. 4.5 മണിക്കൂറിന്റെ മേലെ പിടിക്കുന്നുണ്ടാവും. എന്തായാലും ബോർഡറിലൊക്കെ കുറച്ച് നേരമെങ്കിലൊക്കെ നിൽക്കേണ്ടി വരും. 350 കിലോമീറ്റർ ആണ് ദോഹ ടു ബഹ്റൈന്. അത്രയും കിലോമീറ്റർ നമ്മൾ പോവാണ്ട്. പിന്നെ നല്ല റോഡായ കാരണം പിന്നെ കുഴപ്പമില്ല. നമ്മൾ ക്രൂസ് കൺട്രോൾ ഇട്ടിട്ട് ഒരു പിടുത്തം പിടിച്ചാൽ എങ്ങനെയായിട്ട് പോയിക്കോളും. നമ്മൾ ഒരു ഏകദേശം സൗദി ബോർഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 100 ചില്ലറ കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഒരു സിഗ്നലോ അല്ലെങ്കിൽ ഒരു യൂ ടേണോ വരുന്നത്. അതും സിഗ്നലല്ല, ഒരു യൂ ടേൺ എടുക്കാനുള്ളത്. അപ്പോൾ ഇത് കോസ്റ്റൽ ഏരിയ കൂടെയുള്ള റോഡും കൂടെയാണ്. നല്ല പെടച്ചു പോവാം. സൗദി കൂടെ ആണെങ്കിൽ നമ്മൾ മരുഭൂമി കൂടെ ഉള്ള റോഡാണ് ഉള്ളത്. നല്ല മരുഭൂമി എന്നല്ല. ഇപ്പോൾ രാത്രിയാവും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ രാത്രിയായിരുന്നു നമ്മൾ സൗദി കൂടെ പോയിരുന്നത്. തിരിച്ചു വരുമ്പോഴും അതെ മരുഭൂമി കാണണം എന്ന് വിചാരിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നേരത്തെ പുറപ്പെട്ടു. പക്ഷെ വീണ്ടും ലേറ്റായി.
42 കിലോമീറ്റർ കൂടെയാണ് കേട്ടോ. അബു സമറ പറഞ്ഞാൽ ഖത്തറിൻ്റെ ബോർഡർ, സൗദിയൊക്കെ കിടക്കുന്നതിൻ്റെ ഖത്തറിൻ്റെ ബോർഡർ. ഖത്തറിൽ നിന്ന് ആകെ ഒരു എക്സിറ്റ് മാത്രമേ ഉള്ളൂ ആക്ച്വലി ബൈ റോഡ്, അത് സൗദി വഴി മാത്രമാണ് ഉള്ളത്. ബാക്കിയൊക്കെ മൂന്ന് ഭാഗം എന്നല്ല, കൂടുതൽ ഭാഗം ചുറ്റും കടലാണ്. അതൊരു ഒറ്റ എക്സിറ്റ് മാത്രമാണ് ഖത്തറിനുള്ളത്. ആ ബോർഡറിന് പറഞ്ഞാണ് അബു സമറ. അപ്പോൾ ഏകദേശം 5:30 മണിയായി, ഞങ്ങളൊരു അരമണിക്കൂറായി, അരമണിക്കൂറല്ല 3/4 മണിക്കൂറായി ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ട്. അടിച്ച് മിന്നി പോവുകയാണ്. നല്ല റോഡാണ്, സ്ട്രെയിറ്റ് റോഡാണ്. ഈവനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും റോഡിലൊന്നും കാണാനൊന്നും ഉണ്ടാവില്ല, മീൻസ് ഇരുട്ടാവുമല്ലോ. പ്രത്യേകിച്ച് സൗദിയിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റുകൾ എല്ലായിടത്തും ഉണ്ട്, മീൻസ് ഖത്തറിൽ. സൗദിയിൽ കുറച്ചാണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റുകൾ ഇല്ല, ഫുള്ള് ഇരുട്ടാണ്. വണ്ടിയുടെ ലൈറ്റ് വെച്ച് മാത്രം വേണം പോകാൻ. അപ്പോൾ അങ്ങനെ ഒരു സീനും കൂടെ ഉണ്ട്. ഖത്തർ ബോർഡർ അങ്ങനെ എത്തിയിട്ടോ. ഖത്തർ ബോർഡർ ഇവിടെ ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഞാനിനി ക്യാമറ ഓഫ് ആക്കുകയാണ്. ഇതാണ് ബോർഡർ. കുറച്ചും കൂടെ അങ്ങോട്ട് പോകാനുണ്ട്. അത് പോയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഇസ്തിമാര പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ആർ സി ബുക്ക് കയറും, അതന്നെ അത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ചോദിക്കൊന്നുമില്ല, എന്നാലും കയ്യിൽ വെക്കാന്നുള്ളൂ. പാസ്പോർട്ട്, നമ്മുടെ ഖത്തർ ID അത് ഇവിടെ കാണിക്കുക ചെയ്യാം. കണ്ടില്ലേ, പെരുന്നാൾ കഴിഞ്ഞപ്പോ അന്ന് പെരുന്നാളിന് പോയതായോണ്ടോ? അതെ അന്ന് പെരുന്നാളിന് പോയാന്ന് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അത് വളരെ കുറവ് വണ്ടികൾ. ഇന്ന് നോർമൽ ഡേ അല്ലേ, അതുകൊണ്ടാണ്. അവിടെ മറ്റേ ഫാമിലി ഇപ്പൊ വ്യാഴാഴ്ച ആയതുകൊണ്ടാണ് ഇത്ര തിരക്ക്. അത് അല്ലെങ്കിൽ ഇത്രയും ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ ഇവിടുന്ന് നമുക്ക് ഒഴിവാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അവിടെ ഫാമിലീസിനൊരു കൗണ്ടർ ഉണ്ട് ആക്ച്വലി, പക്ഷേ ക്ലോസ്ഡ് ആണ്. GCC കൺട്രി. ഇവിടെ വണ്ടിയുടെ ഇസ്തിമാര കേട്ടോ. ഇസ്തിമാര പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ, വണ്ടിയുടെ RC ബുക്ക്. പോലീസും പിടിക്കൂല. ഇവിടെ ക്യാമറ ഇല്ല, നമ്മൾ വണ്ടിയുടെ ഉള്ളിലേക്ക് എടുക്കണം, കുഴപ്പമില്ല. ഇത് വണ്ടിയുടെ നമ്പർ ഉണ്ടാവും, ഇഞ്ചിൻ നമ്പർ, ഏതാ മോഡൽ, കാര്യങ്ങളൊക്കെയാണ് ഇതിലുണ്ടാവുക. അതെ. ഇതിൻ്റെ ഓണർ കണ്ട സനയുടെ പേരിലാണ് വണ്ടി, സനാശ്ശേരി എന്ന് കണ്ടല്ലേ. പിന്നെ അവരെ ID നമ്പർ കാര്യങ്ങളൊക്കെ, വണ്ടിയുടെ നമ്പർ, ഇതാണ് വണ്ടിയുടെ നമ്പർ ഉണ്ടാവുക. 134,987. ഓക്കെ. നമ്മുടെ നാട്ടിലൊക്കെ ഇതേപോലത്തെ കാർഡ് ഇത് കൊല്ലം നമ്മൾ എന്താ പറയുക, വണ്ടി റിന്യൂ ചെയ്യണം. അത് നല്ലൊരു കാര്യമാണത്. കാരണം നമ്മുടെ നാട്ടിൽ 15 കൊല്ലം കഴിഞ്ഞിട്ട് റിന്യൂവിലുള്ളൂ. ഇത് കൊല്ലം നമ്മൾ കൊണ്ടുപോവുക. ഇവിടെ ചെക്കിങ് സെൻറ്റേഴ്സ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വരും എന്നൊക്കെ പറയണ്ടല്ലോ, 15 കൊല്ലമായ വണ്ടികൾക്ക് ചെക്കിങ് സെൻറ്റേഴ്സ് വരും എന്നൊക്കെ പറയണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കൊല്ലം വണ്ടി കൊണ്ടുപോയി ചെക്ക് ചെയ്യുക. അപ്പോൾ ഫുള്ള് വണ്ടിയുടെ ഫിറ്റ്നസ് കാര്യങ്ങൾ നോക്കും, ഇൻഷുറൻസ് അടക്കുക, പെയിൻ്റൊക്കെ പോയതൊക്കെ ക്ലിയർ ചെയ്യുക. ടാക്സികൾക്ക് ഉണ്ട്, വർഷമുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് ജസ്റ്റ് ഈ RC ഒന്ന് കാണിച്ചു തന്നുള്ളൂ. RC മീൻസ് ഇസ്തിമാറ ഒന്ന് കാണിച്ചു തന്നത് മാത്രം. ഖത്തർ ബോർഡറേ പാസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പേപ്പറാണ് കിട്ടുക കേട്ടോ. ഇവിടുന്ന് എക്സിറ്റ് അടിച്ച ഒരു പേപ്പർ, അത് നമ്മളിവിടെ ഒരു കുറ്റി പോലെ ഉണ്ടാവും. ഇവിടെ വന്നിട്ട് ഇത് സ്കാൻ ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സിറ്റ് ആവുക. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ID-യും പാസ്പോർട്ടും കൊടുക്കുക. വണ്ടിയുടെ ഇസ്തിമാറൊന്നും അവർ ചോദിച്ചില്ല ആക്ച്വലി, സ്കാൻ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടാവും, ഓട്ടോമാറ്റിക്കലി അവിടെ റീഡ് ചെയ്തിട്ടുണ്ടാവും, അതാണ് തോന്നുന്നു. അതിനുശേഷം വേറൊരു ഗേറ്റും കൂടെ ഉണ്ട് കേട്ടോ. ഖത്തർ എക്സിറ്റ് ചെയ്യുമ്പോൾ അവിടെ നമ്മളെന്താ കാണിച്ചത്, ഈ സെയിം ഡോക്യുമെൻ്റ് ആൾ തന്നെ, ഇസ്തിമാർ പാസ്പോർട്ടും. ഇസ്തിമാർ പാസ്പോർട്ട് ഇവിടെ ID ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് എല്ലാം കൂടെ കൊടുത്തു. അതിലും എന്തോ സ്കാൻ സീൽ എന്തോ ചെയ്തു. അപ്പോൾ അതും അങ്ങനെ കഴിഞ്ഞു. ഇനി സൗദി ബോർഡറിലാണ് നമുക്ക് പേപ്പേഴ്സൊക്കെ ആവശ്യം വരുന്നുണ്ടാവുക. ഖത്തർ ബോർഡറിന് ഒരു 2 കിലോമീറ്ററും കൂടെ ഉണ്ട് സൗദി ബോർഡർ കേട്ടോ. അല്ല, ഇതൊക്കെ ഖത്തറിൻ്റെ ഭാഗം തന്നെയാണ്. ഈ സ്ട്രീറ്റ് ലൈറ്റ് കണ്ടാൽ അറിയാം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് വളരെ കുറവാണ്. അല്ലടാ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇല്ലല്ലോ, കുറവല്ലേ. സമയം 6:46 ആയിട്ടോ. നമ്മൾ സൗദി ബോർഡർ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നേരത്തെ പറഞ്ഞതിലൊരു തിരുത്തുണ്ട്. 2 കിലോമീറ്റർ അല്ല, ഒരു ഏകദേശം 4 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ഖത്തർ ബോർഡറിൽ നിന്ന് സൗദി ബോർഡറിലേക്ക്. ഓക്കെ. ഇവിടെ ഇതേപോലെ ഒരു 3-4 ഗേറ്റ് ഉണ്ട്. അതിൽ വണ്ടി ചെക്ക് ചെയ്യും, ഇൻഷുറൻസ് എടുക്കുക, പിന്നെ നമ്മുടെ പാസ്പോർട്ടിൽ അവർ സീൽ ചെയ്യും. അത്രേ ഉള്ളൂ സംഭവം. ഈസി സംഭവമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു 1.5 മണിക്കൂർ ഡിലേ ആയിരുന്നു.
അത് നമ്മൾ എമിഗ്രേഷനിൽ ഫസ്റ്റ് എൻ്റർ ചെയ്യുന്ന കാരണം ഉള്ളൊരു ഡിലേ ആയിരുന്നു. ഇനിയിപ്പോൾ ആ ഒരു ഡിലേ വരില്ല. നമ്മൾ വേറൊരു ഓഫീസിലേക്കൊക്കെ പോകേണ്ടി വന്നു കഴിഞ്ഞ പ്രാവശ്യം. ഇപ്പോൾ നേരെ വണ്ടിയിൽ തന്നെ ഇരുന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് പോവാം. ആ ട്രാക്കിലേക്ക് എടുത്തോ, അവിടെയാണ് ഗ്രീൻ ആയിട്ട് കിടക്കുന്നത്. 6, 7 ആ നമ്പറിലൊക്കെ തോന്നുന്നു. അവസാനത്തെ കൗണ്ടറും പാസ് ചെയ്തിട്ട് പോകുന്നു കേട്ടോ. കഴിഞ്ഞു. ഇനി സൗദി ബോർഡറിൽ ഇനി പ്രോസസ്സൊന്നുമില്ല. ലാസ്റ്റ് പ്രോസസ്സ് ഇൻഷുറൻസ് എടുക്കലായിരുന്നു. ഇൻഷുറൻസ് കൊടുത്തു, ഒക്കെ ക്ലിയർ ചെയ്ത് അങ്ങനെ നമ്മൾ സൗദിയിൽ എത്തിയിരിക്കുന്നു ഗൈസ്. 5:15 പുറപ്പെട്ട് 7-8 ആകുമ്പോഴത്തേന് നമ്മൾ സൗദിയിൽ എത്തിട്ടോ. സൗദി ബോർഡർ ക്രോസ് ചെയ്തു. ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏകദേശം എത്ര ഉണ്ടാവൂടാ? ഇനിയുണ്ട്. ഇപ്പോൾ ജസ്റ്റ് യാത്ര തുടങ്ങിയിട്ട് ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ സൗദി ബോർഡർ കാര്യങ്ങളൊക്കെ ക്രോസ് ചെയ്തു. ബോർഡർ കഴിഞ്ഞ പാടന്നെ ഒരു സൂക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇറങ്ങിയിരിക്കുകയാണ്. ഒന്ന് ഫ്രഷ് ആയിട്ട് പോലെ വിചാരിച്ചിട്ട്. ഇവിടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനൊക്കെ ആണെങ്കിൽ ഇതാ ഇവിടെ ബാക്കിൽ ഷോപ്പുകൾ ഒക്കെ ഉണ്ട് കേട്ടോ. അത് ബോർഡർ കഴിഞ്ഞിട്ട് ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഇത് വരുന്നത് ആക്ച്വലി. അപ്പം അങ്ങനെ ഇവിടെ ചായ കുടിക്കേണ്ട ചായ കോഫിയാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കണമെങ്കിലൊക്കെ കഴിക്കാൻ ATM ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഓക്കെ, ബോർഡർ കഴിഞ്ഞ പാടന്നെ ഉള്ള ഒരു സൂക്കാണിത്. നമ്മൾ അവിടുന്ന് റെസ്റ്റ് എടുത്ത് ചായ കഴിച്ചു, വീണ്ടും യാത്ര തുടങ്ങി. ഇനി ഫുള്ള് ഇങ്ങനെ തന്നെയുള്ള റോഡുകളാണ് കേട്ടോ. സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രീറ്റ് ലൈറ്റുകളൊന്നുമില്ല. നേരെ പോവുക. കുറച്ച് കഴിഞ്ഞാൽ മരുഭൂമി തുടങ്ങും. അപ്പോൾ ഇത്രയും ലൈറ്റ് ഉണ്ടാവില്ല. ഇതിവിടെ ബോർഡറിലുള്ള കുറച്ച് സ്ഥലങ്ങളായ കാരണം കുറച്ച് ലൈറ്റുകളൊക്കെ ഉണ്ട്. ഇനി ഒരു ഏകദേശം നമ്മൾ ജുഫൈറിലോട്ടാണ് പോകുന്നത്. ജുഫൈറിലോട്ട് ഇനി 262 കിലോമീറ്ററോളം ഉണ്ട്. അതിങ്ങനെ സ്ട്രെയിറ്റ് റോഡായിട്ട് ഇങ്ങനെ പോവാം. സിഗ്നൽസ് ഒന്നുമില്ല. സിഗ്നലൊക്കെ 1-2 ബഹ്റിൻ എത്തുമ്പോൾ 1-2 ഒരു സിഗ്നലുണ്ട്, വലിയൊരു സിഗ്നൽ. അല്ലാതെ സെയിം റോഡ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി 182 കിലോമീറ്റർ സ്ട്രെയിറ്റ് റോഡാണ് കേട്ടോ അത്. എന്നിട്ട് U-ടേൺ ആണ് നമുക്ക് വേണ്ടത്. ഈ വഴി പോകുമ്പോൾ നമുക്ക് കൂടുതൽ ട്രക്കുകളാണ് കാണാം. പ്രത്യേകിച്ച് ബോർഡർ കഴിയുന്ന കാരണം തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ട്രക്കുകളാണ് കൂടുതലുണ്ടാവുക. പാസഞ്ചർ വെഹിക്കിളും ഉണ്ടാവും, എന്നാലും ട്രക്കുകളാണ് നമുക്ക് കൂടുതൽ കാണാൻ പറ്റുക ആക്ച്വലി. എന്തായാലും 182 കിലോമീറ്റർ സ്ട്രെയിറ്റ് പോകുന്നു ഈ ഇരുട്ടിലൂടെ. ഇതിൻ്റെ ഈ സൈഡിൽ കടലാട്ടെ, ഈ ഭാഗത്ത് കടലാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കോസ്റ്റൽ റോഡാണ്. അത് പകലാണെങ്കിലാണ് നമുക്കത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ സ്ട്രെയിറ്റ് 182 കിലോമീറ്റർ സ്ട്രെയിറ്റ്, എന്നിട്ട് U-ടേൺ. അങ്ങനെ നമ്മൾ അത്രയും കിലോമീറ്റർ വന്നിട്ടുള്ള 186 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള U-ടേൺ ആണ് ഇത് എടുത്തിട്ടോ. തന്നെയാണ് ആ U-ടേൺ കഴിഞ്ഞു. U-ടേൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ പ്രതീക്ഷ ഒന്നും പ്രതീക്ഷിക്കണ്ട. അങ്ങനത്തെ ഒരു U-ടേൺ ആണ്. അതെ, മിസ്സാവാൻ ചാൻസ് ഉള്ള ഒരു U-ടേൺ ആണ്. നോക്കി വന്ന് അതെ. അപ്പൊ അങ്ങനെ പോട്ടെ കുറച്ചുകൂടെ പോകണ്ട്. ഈ മലൊക്കെ കഴിയണം, അതൊക്കെ കഴിയണം. പോട്ടെ. അപ്പോൾ വീണ്ടും ഞങ്ങള് യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ബഹ്റൈനിലേക്ക് പോകുമ്പോൾ പാലത്തിനുള്ള ടോൾ കൊടുക്കേണ്ടത് കേട്ടോ. ഇവിടെ 25 റിയാലാണ് നമ്മൾ കൊടുക്കേണ്ടി വരിക. ഇവിടെ കാർഡ് വെച്ചിട്ട് നമുക്ക് പേയ്മെന്റ് ഒക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇതാണ് ബഹ്റൈനിക്കുള്ള പാലം കേട്ടോ. സൗദിയിൽ നിന്ന് ബഹ്റൈനിക്ക് കണക്ട് ചെയ്യുന്ന പാലം. എത്ര കിലോമീറ്റർ? 25 കിലോമീറ്റർ. ഏകദേശം 25 കിലോമീറ്ററോളം ഉണ്ട്. പകല് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഇപ്പൊ രാത്രിയായ കാരണം പാലത്തുമത്തി ലൈറ്റ് മാത്രമാണ് കാണുന്നുള്ളൂ. നമ്മള് ബഹ്റൈനിലോട്ട് കിടക്കാണ് കേട്ടോ. ബഹ്റൈൻ ബോർഡർ എത്തി. അതെ. ഇനി ഇവിടെ നമ്മള് ഇവിടെ ചെറിയൊരു ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി ചിലപ്പോൾ ചെക്ക് ചെയ്യുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ചെക്ക് ചെയ്തിട്ടില്ല. ഇവിടെ ചിലപ്പോൾ വിസ എടുക്കേണ്ടി വരും, ചിലപ്പോൾ വിസ എടുക്കേണ്ടി വരില്ല. നോക്കാം നമുക്ക്. എന്തായാലും വണ്ടിക്ക് ഇൻഷുറൻസ് 43 റിയാൽ നമ്മൾ പേ ചെയ്യണം, അത്രേ ഉള്ളൂ. 3 ദിവസത്തിൽ 43 റിയാൽ. അങ്ങനെ യെസ്, ബഹ്റൈനെത്തി. നമ്മൾ 9:45 നമ്മൾ 5:15 പുറപ്പെട്ടത്.
9:45 ബഹ്റൈൻ ബോർഡർ നമ്മളെത്തി. ഇവിടുത്തെ പ്രോസസ്സ് കഴിഞ്ഞിട്ട് കാണാം. അത്യാവശ്യം തിരക്കുണ്ട്. കൂടുതൽ സൗദി വണ്ടികളാണ്. ഖത്തർ വണ്ടികൾ വളരെ കുറവാണ്, അധികം കാണാനില്ല. ഏത് ട്രാക്ക് കൊടുക്കാൻ തോന്നുന്നു? ഏതാച്ചാ എടുത്തോ, സെയിം തന്നെയാണ്. ഇവിടെ കുറെ കൗണ്ടേഴ്സ് ഉണ്ട് ആക്ച്വലി. ഏതെങ്കിലും ഒരു കൗണ്ടറിൽ പോയിട്ട് നമുക്ക് അത് അങ്ങനെ അങ്ങോട്ട് പാസ് ചെയ്ത് പോകും തോന്നുന്നു. കൗണ്ടറിൽ നിൽക്കാം. ഒക്കെ വണ്ടിയിൽ തന്നെ ഇരുന്നാൽ മതി. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യം കൂടെ ഇല്ല. അത് ഭയങ്കര ഒരു കാര്യമാണ്. അത് ഇവിടെ ആയാലും അതെ, സൗദിയിലും ആയാലും അതെ കേട്ടോ. വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ട ഒരു സിറ്റുവേഷൻ വരാറില്ല. ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രം, ചിലപ്പോൾ അങ്ങനെ വിടും ചെയ്യും. നോക്കാം നമുക്ക് എന്തായാലും. അവിടെ നിന്ന് ഇങ്ങനെ ഒരു പേപ്പർ തന്നിട്ടുള്ളൂ കേട്ടോ. ഫസ്റ്റ് കൗണ്ടറിൽ നിന്ന് വണ്ടിയുടെ ഡീറ്റെയിൽസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇനി ഇവിടെ ആവും വിസ പ്രോസസ്സൊക്കെ ഇവിടെ ആവും. ഇൻഷുറൻസ് ലാസ്റ്റ് കൗണ്ടറിലാണ് ഉണ്ടാവുക. എന്തായാലും നോക്കാം നമുക്ക്. ഇതാണ് ബോർഡർ ക്രോസിങ്. ആക്ച്വലി വെരി സിമ്പിൾ പ്രൊസീജിയർ, വെരി 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 സിമ്പിൾ എന്നൊക്കെ. നമുക്ക് ഏതെങ്കിലും കുറേ കൗണ്ടേഴ്സ് ഉണ്ട്. ഏതെങ്കിലും കൗണ്ടേഴ്സിൽ നമുക്ക് വണ്ടി കൊണ്ടുപോയി നിർത്താം. അങ്ങനെ ബഹ്റൈനിലത്തെ വിസ നമ്മൾ അടിച്ചു കേട്ടോ. ഇവിടെ ജസ്റ്റ് വിസ ഓൺ അറൈവിൽ ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ജസ്റ്റ് അത് കഴിഞ്ഞു. ഇനി നേരെ ഇൻഷുറൻസ് എടുക്കുക, നേരെ പോവാം. ഇവിടെ നിന്നാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കേണ്ടത് കേട്ടോ. ഈ ഒരു കൗണ്ടറിൽ നമുക്ക് ഇൻഷുറൻസ് എടുക്കാം. സംഭവം ഈസിയാണ്, വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ജസ്റ്റ് നമ്മളെ കാർഡ് കൊടുക്കുക. മിനിമം 3 ദിവസത്തിനാണ് നമുക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റുക. അപ്പോൾ അതെടുക്കുക. 43 റിയാലാണ്. ഓക്കെ, അങ്ങനെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞിട്ട് ബഹ്റൈനിൽ ഇതാ എത്തിക്കഴിഞ്ഞു. എത്തിയെന്ന് പറയല്ലേ? എത്തി. ഇനി ജസ്റ്റ് ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ കാക്കൻ്റെ ഫ്ലാറ്റിലെത്തും. പിന്നെ അതിന് ശേഷം ഒരു പാലുണ്ട്, ആ പാലത്തുമ്പോൾ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒരു 10 മിനിറ്റ് കൂടെ. അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തി. ഇതാണ് അപ്പാർട്ട്മെൻറ്റ്, അൽ ഷബാബ് ടവർ. പിന്നെ കാക്കാനെ വെയിറ്റ് ചെയ്യാണ്. കാക്കാനെ ഫോൺ വിളിച്ചിട്ടുണ്ട്, അവരിപ്പോൾ വരും. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഉള്ളിൽ കയറും. നല്ല ചിക്കൻ കറിയും അതുപോലെ തന്നെ പത്തിരിയും ചപ്പാത്തിയും. എടുത്തോ ചപ്പാത്തി എടുത്തോ, എല്ലാം എടുത്തോ. കയ്യിൽ വെക്കാൻ ഞാൻ കയ്യിൽ വീണിട്ട് ഒരുപാട് ഉണ്ടാവണ്ട. ആയിട്ടില്ലേ? ഇടരുത് പറഞ്ഞിട്ട് ഒരു പാത്രം കൊടുത്ത് അപ്പത്തിനായിലിട്ട്. എന്താ കഴിക്കണേ? എന്താണ്? നൂൽപുട്ട്, റോഷനോ, റിയാനോ? ചിക്കനും ചിക്കൻ കറിയും പത്തിനും. കുഴപ്പമില്ല, എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതുവരെ വീഡിയോ എടുത്തത്, ഞാൻ കഴിക്കട്ടെ കേട്ടോ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നലെ രാത്രി കുറേ വീഡിയോസ് ഇന്നലെ രാത്രി എടുത്തില്ല. വേറെ ഒന്നുമല്ല, നമ്മൾ വന്ന ടൈമിൽ ഇമോഷണലി എന്താ പറയുക, അങ്ങനെ കണ്ട സന്തോഷം കാര്യങ്ങളൊക്കെ ആയി. പിന്നെ കുറേ നേരം വർത്തമാനം പറഞ്ഞിരുന്നു. നമ്മൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. രാവിലെ ആയി, എണീറ്റു, ഇങ്ങനെ ഇരിക്കുകയാണ്. രാവിലെ ഇത് നല്ല സാധനം. എനിക്കിഷ്ടല്ലേ ഇതിപ്പോ പിള്ളേര് നല്ലോണം എല്ലാവരും എടുക്കും. എനിക്കും തിന്നാൻ പറ്റില്ലേ? അവരെ മാറ്റത്തില്ല. ഞാനും ഇന്നലെ കണ്ടില്ല, ഞാൻ ആ ചോക്ലേറ്റ് ഞാൻ ഒച്ചക്കുന്നത് പിള്ളേർക്ക് എല്ലാവരും കൂടി മേടിച്ചു. നേരത്തെ ഇന്നത്തെ പരിപാടി നമ്മളെ
എന്തൊരു മുണ്ടാട്ടം കിടന്ന് ഉറങ്ങാം അവിടെ. റംസാനിയിൽ പോയിട്ട് മന്തി ആ കൂട്ടം മന്തി വേണമെന്ന് പറഞ്ഞിട്ടാ വന്നിട്ടുണ്ട്. തെറ്റി കായത് തെറ്റി. ആ മന്തിയൊക്കെയാണ് ഞാൻ ഇങ്ങനത്തുള്ള പാലുണ്ട്. അന്ന് ഞാൻ മാറി ആശയ വേറെ റെസ്റ്റോറന്റ് അല്ല മനാമയില് നെഹദിയ. നെഹദി നാട്ടിൽ തന്നെ എടപ്പാടിലെ എനിക്കറിയില്ല, അത് ഉണ്ട് പറഞ്ഞിട്ട്. അതൊക്കെ നമ്മളെപ്പോഴും ബാബുവിന്റെ കൈകളില്ലല്ലോ. അത് പോയതാ അല്ലല്ല, കൈവ നാളെ അന്ന് സാധാ ഹോട്ടൽ ഉണ്ടല്ലോ, സാധാ ഹോട്ടൽ. പ്രത്യേകം പറയാൻ ചോറുണ്ടെങ്കിൽ എല്ലാവർക്കും കൈകളിനെ ബെറ്റർ. കാരണം ചോദിച്ചു കഴിഞ്ഞാല് സാധാരണ ഇതിൽ രണ്ടാമത് ചോറ് വയ്ക്കുമ്പോ ചിലവർ കൈ ഇങ്ങനെ കുറച്ച് ഇഞ്ചിന് ക്വാർട്ടർ മാറ്റി ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഖത്തറിലൊന്നുമില്ലട്ടോ. ഇത് വലിയ ട്രെയിൻ കൊടുത്തിട്ട് വലിയ ട്രെയിൻ കൊടുത്തിട്ട് വേണ്ടത് സലാഡും വേണ്ടത് എല്ലാതും വേണ്ടത് ഒരു രണ്ടാളെ ചോറിനോട്ട് വരാം. കൈകളി എന്ന് വെച്ചാൽ അങ്ങനത്തെ ഫേമസ് മാതിരില്ലോ, ഫാമിലി ആയിട്ട് പോയിട്ട് ഭക്ഷണം ഫാമിലി പേരുണ്ട്, ആൾക്കാർ ഫാമിലി പേരുണ്ട്. അന്ന് നമ്മൾ പോയ ഹോട്ടലാണ് എന്താണ് ചായക്കട. ചായക്കട അത് അത് ആദ്യം ബാറായിരുന്നു. അത് അവര് ഹൈലൈറ്റ് ഈ ബീഫ് നെയ്ച്ചോറ്, ബീഫ് നെയ്ച്ചോറ് അത് ആദ്യം ട്രെയില് കൊടുത്തിട്ട് വെച്ചായിരുന്നു ചോറ്. 4-5 ഡിഷ് ട്രെയിലങ്ങ് കൊടുത്തിട്ട് വരും. നല്ല ഫുഡ് ആയിരുന്നു. നാടൻ നല്ല ഫുഡ്. നാടൻ നല്ല ഫുഡ്. നാടനാണല്ലോ അവിടെ. ഗെയ്സ് ഞങ്ങൾ നേരെ പള്ളിയിൽ പോവാണ് കേട്ടോ. ഗെയ്സ് വേണ്ട, അൻഫസ് പറഞ്ഞ് ഗെയ്സ് വേണ്ടെന്ന്. അപ്പം ഞാൻ പിൻവലിച്ചിരിക്കുന്നു. ഞങ്ങൾ പള്ളിയിൽ പോവുകയാണ്. എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്? പെട്ടെന്ന് തീരുന്ന പള്ളിയിൽ പോവാ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് ഗ്രാൻഡ് മോസ്കിൽ പോയിട്ട് കുടുങ്ങിയതല്ല, അങ്ങനെയല്ല, കുറച്ച് കൂടുതൽ ടൈമായിരുന്നു. നിസ്കാരത്തിന്റെ ടൈം ഒരുപാടായിരുന്നു. അങ്ങനെ അങ്ങനെ പഠിച്ചു കൊടുത്തത് കാണുന്നവർക്ക് അറിയാലുണ്ട്, ഞാൻ അറിയാലോ. ആയിക്കോട്ടെ, ക്ലാസ് കേട്ടോ. അങ്ങനെ അപ്പോ പള്ളിയിൽ പോവാണ്. അത്രേ ഉള്ളൂ, പള്ളിയിൽ പോവാണ്. അത് കഴിച്ചിട്ട് മന്തി അനക്ക് മന്തി വാങ്ങിത്തരാ. മന്തി 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 അഡിക്റ്റ്. നിങ്ങളെ ഫ്രണ്ട് സർക്കിളും ഉണ്ടാവുമല്ലോ ഒരു മന്തി അഡിക്റ്റ്. ആ മന്തി അഡിക്റ്റിനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ട്രെൻഡ് ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഇപ്പോൾ അതില്ല തോന്നുന്നു. എന്തായാലും ചൂടുണ്ട് കേട്ടോ. ഖത്തറത്തെ അതേ കാലാവസ്ഥ. 41 ഡിഗ്രിയാണ്. 37 അല്ലേ? 37 അതിൽ കാണിക്കണം. അങ്ങനെ ചൂടാ. ഉച്ചക്ക് ഭയങ്കര ചൂട്. ഉച്ചക്ക് ഞാൻ ഫുഡൊക്കെ കഴിച്ചോണ്ട് മയങ്ങ. ഗ്രാൻഡ് മോസ്ക് അതാ, ഇതാണ് ഇവിടുത്തെ ഗ്രാൻഡ് മോസ്ക് കേട്ടോ. ഞാൻ കഴിഞ്ഞ റീൽസ് വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചു തന്നെ. ഇപ്പോൾ നല്ല നല്ല മോസ്കാണ്. അല്ല പോവാത്തതിന് കാരണമല്ല, പോവാത്തതിന് കാരണം ഒന്നും പറയണ്ട. നമ്മള് ഇപ്രാവശ്യം വേറെ പള്ളി നമ്മള് എക്സ്പീരിയൻസ് ചെയ്യായിട്ട് വേറെ പള്ളിക്ക് നമസ്കരിക്കാൻ വേണ്ടി പോകണം. ഇത് ഒയാസിസ് മാള്. അതെ, അൽബേക്ക് ഉണ്ട് അവിടെ. അൽബേക്ക് ഉണ്ട്. ഞങ്ങൾ അന്ന് അൽബേക്കിൽ പോയിട്ട് കുടുങ്ങി. ഞങ്ങൾ അൽബേക്ക് ഞങ്ങളെ ശത്രുക്കളാണ്. അത് അവിടുത്തെ രാജാവിന്റെ ഏത്? ആ രാജാവിന്റെ ഒപ്പാൻ്റെ അല്ലേ? തറവാട്. ഓക്കെ ഓക്കെ. താമസമല്ല, ഈ എംബസി മറ്റേ വിദേശകാര്യമന്ത്രികളൊക്കെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് താമസം ഉണ്ടാവില്ല. താമസം നല്ല സ്വഭാവമല്ലോ. റോഡ് തിരക്കുണ്ട്. ഞങ്ങൾ ഇന്നലെ ഒന്നും കൂടി തിരക്കുണ്ട്. വൈൻ ഷോപ്പ് ഉണ്ടല്ലോ ഖത്തറിൽ. എല്ലാവർക്കും പോകാൻ പറ്റില്ലല്ലോ. ഇല്ല, ഇത് എല്ലാവർക്കും പോവാ. ബാറിൽ പോവല്ലോ, ക്ലബ്ബുകൾ. ഇത് ക്ലബ്ബല്ലാണ്ട് വൈൻ ഷോപ്പ് ഉണ്ട്, ബീവറേജ് ഉണ്ടല്ലോ. പൊട്ടടുത്ത് ചെല്ല അതിലുണ്ട്. എത്ര അച്ഛാ? ഇവിടെ ടൂറിസം ആണല്ലോ മെയിൻ. അതുകൊണ്ടാണ്
പ്രശ്നമായിട്ട് അവർക്ക് തോന്നുന്നത്. ആദ്യം ഈ തൂപ്പിട്ടിട്ട് കയറാൻ പാടുണ്ടായിരുന്നില്ല, അപ്പൊ അത് നമുക്ക് എടുത്തു പോയി. അങ്ങനെ ജോലിക്കോളി നാട്ടിൽ അതേമാതിരി തുറക്കാൻ നേരത്തെ 2 മണിക്ക് 1:30 തുറക്കാൻ നേരത്തെ ഇങ്ങനെ വരിക്കും ഇങ്ങനെ ആൾക്കാർ. നമ്മളേതോ ഗില്ലിക്കാണല്ലോ, ഗില്ലില്ല എത്തില്ല, പള്ളി എത്തി. പാർക്കിംഗ് ഉണ്ടാവില്ലല്ലേ? മതി പാർക്കിംഗ്. ഞങ്ങൾ റൊമാൻസിയയിൽ വന്നാണ് കേട്ടോ. ലഞ്ച് ഇവിടുന്നാണ്. ഞങ്ങൾ പാർസൽ വാങ്ങിക്കൊണ്ടുപോവാണ്. നല്ല മന്തിയാണ്, അടിപൊളി മന്തി പറഞ്ഞാൽ ഗംഭീര മന്തി കിട്ടുന്ന ഒരു ഷോപ്പാണ്. ബഹ്റൈനിൽ നിങ്ങൾ വരികയാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു മന്തി ഷോപ്പ് തന്നെയാണ് കേട്ടോ ഇത്. സൂപ്പർ മന്തി പറഞ്ഞാൽ അടിപൊളി മന്തിയാണ്. ഇവിടെ വെയിറ്റിങ്ങിലാണ് കേട്ടോ. എന്നാലും നല്ല ഗംഭീര ഫുഡാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഫുഡിനെ പറ്റി ഒന്ന് പറഞ്ഞാൽ എന്തായാലും മസ്റ്റ് ട്രൈ ആണ് റംസാനിയത്തെ ഫുഡ് കേട്ടോ. അത്യാവശ്യം നല്ല വെയിറ്റിംഗ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. 10-15 മിനിറ്റ്. ഇത്ര നേരത്തെ വന്നിട്ടും 10-15 മിനിറ്റ്. നമ്മളെ 12:21 ബില്ലടിച്ച്. ഓക്കെ. സമയത്ത് 12:28 10 ആയില്ല. അപ്പോൾ 149 ഓർഡർ. ഭയങ്കര കച്ചവടമുള്ള ഷോപ്പാണ് കേട്ടോ. 2 ഓർഡർ പോയി. നല്ല ചൂടാണ്. നല്ല ചൂട് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ചൂടുണ്ട്. എന്തായാലും നമുക്ക് ഇനി വീട്ടിൽ പോവാം. വീട്ടിൽ പോയിട്ട് കഴിക്കാനുള്ള വരും. കാരണം ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇങ്ങോട്ട് വരാൻ നിന്നാണ്. പക്ഷെ വെയിലായ കാരണം വരാതിരുന്നതാണ്. ഏറ്റവും നല്ലത് വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിക്കുകയാണ്. കേട്ടോ അന്ന് കഴിച്ചാൽ അതേപോലെ തന്നെ അല്ലേ? അങ്ങനെന്താ സംഭവം കേട്ടോ. പറഞ്ഞാല് നമ്മള് കഥ പറയുന്നതാണ്. മൊത്തം കഴിക്കണില്ലേ? വളരെ കഴിക്കണ്ട്. എങ്ങനെയുണ്ടാകാം? സൂപ്പർ തള്ളല്ലേ, കാര്യം പറയും. എങ്ങനെയുണ്ട് റോഷ? അങ്ങനെ പറയാൻ പാടില്ല. വ്ളോഗിലൊക്കെ നല്ല തള്ളല് വേണം. നല്ല രസമുണ്ട്. ആ അണ്ടിപ്പരിപ്പും ബദാമും. എന്തായാലും ഞങ്ങളിത് കംപ്ലീറ്റ് ചെയ്യട്ടെ. അങ്ങനെ മന്തി കഴിച്ചിട്ടേ നല്ലൊരു ഉറക്കാണ്ട് ഉറങ്ങി. എന്താ പറയാ, ഗംഭീര ഉറക്കം പറഞ്ഞാൽ ഗംഭീര ഉറക്കം. അപ്പോൾ വീണ്ടും അടുത്തൊരു വ്ളോഗുമായിട്ട് കാണാം കേട്ടോ. ഇവിടുത്തെ ബഹ്റൈനത്തെ ബാക്കി കാര്യങ്ങളൊക്കെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വീണ്ടും അടുത്തൊരു വ്ളോഗുമായിട്ട് കാണാം. യാ, ദാറ്റ്സ് ഇറ്റ്. ടേക്ക് കെയർ. ബൈ ബൈ.